ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവ ഇഷ്ടം, ദൈവത്തിൻ്റെയായ നന്മ അത് എന്താണ് എന്നുള്ള വിഷയത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെയായ ഇഷ്ടം എന്ന് നാം നോക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം നാം ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ ഉപദേശപ്രകാരം നാം ചെയ്യുന്നതായ ഓരോ പ്രവർത്തനങ്ങളാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ അടിമക്കച്ചവടത്തെ ഉണ്ടായിരുന്നു എന്ന് നാം ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അടിമക്കച്ചവടം ഇന്ന് കന്നുകാലികളെ എങ്ങനെ ലോറികളിൽ കയറ്റി അടുക്കി തിക്കി തിരക്കി കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിൽ കൊണ്ട് നിറക്കുന്നുവോ, അതേ രീതിയിൽ അന്ന് വണ്ടി വാഹനങ്ങളിലും അതുപോലെ തന്നെ അവരെ കൈകൾ ബന്ധിപ്പിച്ച് കന്നുകാലികളെപ്പോലെ മനുഷ്യരെ കച്ചവടം ചെയ്യുന്നതായ കാലഘട്ടം ഉണ്ടായിരുന്നു. യാതൊരുവിധമായ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അവകാശമോ യാതൊരുവിധമായ സ്വാതന്ത്ര്യവും ഇല്ലാത്തതായ ഒരു കാലഘട്ടം. മനുഷ്യരെ, പ്രത്യേകിച്ച് കറുത്ത വർഗ്ഗക്കാരെ അവരുടെ സേവനത്തിനായിട്ട് നിയമിച്ച് പല വലിയ വലിയ കുടുംബങ്ങളിൽ 5ഉം 10ഉം അടിമകളെ വാങ്ങി അവരുടെ ജോലികളിൽ ചെയ്യിക്കുകയും അവർക്ക് ആഹാരം പോലും വളരെ കുറവായി കൊടുത്ത് അവർക്ക് യാതൊരുവിധമായ വില കൽപ്പിക്കാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, അമേരിക്കയിൽ ഈ അടിമക്കച്ചവടം അതിന് വിലക്ക് കൽപ്പിച്ചുകൊണ്ട് അടിമകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അബ്രഹാം ലിങ്കൻ എന്നുള്ള ആ മഹൽ വ്യക്തിയായ അമേരിക്കൻ പ്രസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ എമാൻസിപ്പേഷൻ എന്നുള്ളതായ ആ സ്ലേവറി അബോളിഷ്മെൻ്റ് എന്നുള്ള ആ ഒരു ഓർഡർ പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം അടിമകൾക്ക് മോചനം നേടിക്കൊടുത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ അടിമകളെ അവരെ വിടുവിക്കുവാൻ വേണ്ടി പല വ്യക്തികളും പല രീതിയിൽ അടിമകളുടെ മോചനത്തിനായി പ്രവർത്തിച്ചായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിലൊരു മഹൽ വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പേർ ക്വാക്കർ ജോൺ വില്യം എന്നാണ്, ഉൽമാൻ എന്നാണ്. ജോൺ വില്യം അല്ല, ഉൽമാൻ എന്നാണ്. ജോൺ ഉൽമാൻ എന്നായ ഈ വ്യക്തി, അദ്ദേഹം ഈ കച്ചവടക്കാരുടെ അരികിൽ ചെന്ന് ഈ വ്യക്തികളോട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇത് തെറ്റാണ്, അവർ നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്, അവർക്ക് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് അദ്ദേഹം പലരോടും യാചിക്കുകയും വാദിക്കുകയും അങ്ങനെ അവരോട് അശ്രാന്ത പരിശ്രമം നടത്തി എല്ലാവർക്കും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിലും ഈ ജോൺ ഉൽമാൻ അദ്ദേഹം ചില വ്യക്തികൾക്ക്, അടിമകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അടിമകളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വീട്ടിൽ അവർ സേവനം ചെയ്യുന്നു. അങ്ങനെ അനേക നാളുകൾ അവരവിടെ സേവനം ചെയ്ത ശേഷം ഒരുപക്ഷെ യജമാനന് ആ അടിമ അവൻ ചെയ്യുന്നതായ ജോലി അതിൽ തൃപ്തിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ കന്നുകാലികളിൽ കച്ചവടം ചെയ്യുന്നത് പോലെ കച്ചവടം ചെയ്യുകയും ആ കച്ചവട സ്ഥലത്ത്, ചന്തസ്ഥലത്ത് കൊണ്ടുപോയി വേറെ വ്യക്തികൾ കടന്നു വന്ന് അവനെ അടിമയായി അവനെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോകുന്ന അനുഭവമാണ് അനേക വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ ഈ കച്ചവടമെല്ലാം നിർത്തി അടിമകൾക്ക് അവിടെ മോചനം നേടിക്കൊടുത്ത അബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു അദ്ദേഹം മരണമടഞ്ഞ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം, ഭൗതിക ശരീരം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു കർത്തവർഗക്കാരിയായ സ്ത്രീ അവളുടെ ആ കുഞ്ഞിനെ ചുമലിലേറ്റി അവിടെ നോക്കൂ, അത് എബ്രഹാം ലിങ്കനാണ്, അടിമകൾക്ക് മോചനം നേടിക്കൊടുത്ത മഹൽ വ്യക്തിയാണ് എന്ന് പറയുകയും
ഹീ ഡൈഡ് ഫോർ യു എന്ന് ആ കറുത്തവർഗ സ്ത്രീ തൻ്റെ കുഞ്ഞിനോടവിടെ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നന്മ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ദൈവ ഇഷ്ടം പ്രവർത്തിക്കുവാനായിട്ട് അനേക അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. എന്നാൽ പലപ്പോഴും ആ ദൈവത്തിൻ്റെ ആയ ഇഷ്ടം പ്രവർത്തിക്കാത്തവരായി ആ നന്മ എന്താണെന്ന് നാം തിരിച്ചറിയാതെ നമ്മൾ ആ അവസരങ്ങൾ പാഴാക്കുന്ന ഒരു അനുഭവമാണ് നാം കാണുന്നത്. തിരുവചനത്തിൽ ഇതിനോടനുബന്ധിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പിയർ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇവിടെ പറയുന്നത് എന്നാൽ, നിങ്ങൾ ഭേദഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്ന് ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ അവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവർ, ദൈവ ഇഷ്ടം അത് എന്താണ്, അത് ആ നന്മ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി നാം ഓരോരുത്തരും നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവനാമ മഹത്വത്തിനു വേണ്ടി, അവൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി, അവൻ്റെ ആയ ആ ഒരു നീതിയുടെ ഫലം നിറഞ്ഞവരായി വളരണം എന്നാണ് പറയുന്നത്. നാം ഇടർച്ചയില്ലാത്തവരായി, നാം എപ്പോഴും ആ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നവരുമായി ജീവിക്കണം എന്ന് ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് എന്താണ്, യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനായിട്ട് നീതിഫലം നിറഞ്ഞവരായും തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആയതിനാൽ നാം എന്താണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എപ്രകാരമുള്ളതാണ്, എങ്ങനെയാണ് നാം ജീവിതം നയിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ 15ഉം 16-ാമത്തെ വാക്യങ്ങളും നമ്മൾ പരിശോധിക്കാം. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ അവ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. ചിലരെന്താണ്, ക്രിസ്തുവിനെ അസൂയ കൊണ്ട് പ്രതിവാദത്തിനായി പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ചിലർ അവർ നല്ല മനസ്സോടുകൂടി ആ ദൈവവേല, ദൈവം എന്തിനാണ് വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവ ഇഷ്ടം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് അതാണ് ദൈവ ഇഷ്ടം. ദൈവത്തിൻ്റെ ആയ ആ ശുശ്രൂഷയിൽ പങ്കാളികൾ ആകുക എന്നുള്ളതാണ് ദൈവ ഇഷ്ടം. മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചറിയിക്കുക എന്നുള്ളത് ആണ് ദൈവ ഇഷ്ടം. അല്ലാതെ വിമർശനത്തിനോ വാദത്തിനോ പ്രതിവാദത്തിനോ അല്ല ഇവിടെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ നല്ല മനസ്സോടുകൂടി നാം ദൈവത്തിൻ്റെ ആ തിരുവിഷ്ടത്തെക്കുറിച്ച് അറിയിക്കുവാനും അവൻ്റെ വരവിനെക്കുറിച്ചുള്ള ആ താക്കീത് നൽകുവാനും അനേകരെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുവാനും നാം ദൈവീയമായ കാര്യങ്ങളിലെ അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും ദൈവമായുള്ള അടുത്തുള്ള ജീവിതത്തിൻ്റെ അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് തെളിയിച്ചു കൊടുക്കുവാനും ദൈവത്തിൻ്റെ അവനുമായിട്ടുള്ള ആ സമ്പർക്കത്തിൽ, അവനുമായുള്ള ആ സംഭാഷണത്തിൽ, ആ കൂട്ടായ്മയിൽ ജീവിക്കുന്നതിൻ്റെ ആ നന്മ എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ചിലർ വേണമെങ്കിൽ അവർ ശാഠ്യക്കാരായിട്ട് അല്ലെങ്കിൽ അത് വിപരീതമായ രീതിയിൽ ഒരു പ്രതിവാദത്തിൻ്റെ ആയ രീതിയിൽ അവർ അസൂയ പൂണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മളോ, ദൈവത്തിൻ്റെ മക്കളോ, ദൈവജനമോ, ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായിരിക്കുന്നവരോ നമ്മൾ നല്ല മനസ്സോടുകൂടി ദൈവ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം വളരെയധികം താഴ്മയോടുകൂടി ഭവ്യതയോടുകൂടി ദൈവത്തിൻ്റെ വേല സമർപ്പണത്തോടുകൂടി നാം ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ,
തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാം അധ്യായം അതിലെ 5-6 വാക്യങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമുക്കൊരു ഇടർച്ച സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിക്കുന്നതായ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ 45-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 45-ൽ അവിടെ 5, 6, 7, 8 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഇവിടുത്തെ സംഭവം നമുക്ക് പ്രത്യേകിച്ച് ഒരു വെളിച്ചം നമുക്ക് പകരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ട് ആ യോസേഫ് എന്നുള്ള ആ ഇളയ സഹോദരൻ അവൻ്റെ സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ട് സ്വപ്നക്കാരനെന്നും അതുപോലെ അപ്പന് പ്രിയമായവനെന്നും ആ പലവിധമായ വർണ്ണങ്ങളുള്ളതായ അങ്കി ആ അപ്പൻ ഇവന് മാത്രമാണ് നൽകിയിരിക്കുന്നതെന്നും അവനെ കണ്ടുകൊണ്ട് അവനെ വെറുക്കുകയും അവൻ കൊണ്ടുവന്ന ഭക്ഷണം അവർ വാങ്ങിച്ച് ഭക്ഷിച്ച ശേഷം അവനെ ഒരു പൊട്ടക്കിണറ്റിലിട്ട് അതിനുശേഷം അവർ മിസ്രൈമിയായവർ അവിടെ കച്ചവടക്കാർക്കവിടെ കച്ചവടം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അത്രയും ഒരു നീചമായ രീതിയിൽ തൻ്റെ സഹോദരങ്ങൾ തന്നോട് പെരുമാറിയ ശേഷവും യോസേഫ് ആ പറയുന്നതായ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക പ്രിയമുള്ളവരെ. ഇവിടെ പറയുന്നത് എന്താണ്? എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. എന്നോട് നിങ്ങൾ ഒരു ദോഷം ചെയ്തതുകൊണ്ട് എന്നെ നിങ്ങൾ ആ മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഇത് ദൈവ ഇഷ്ടമാണ്. അത് ദൈവ ഇഷ്ടം കൊണ്ട് സംഭവിച്ചതാണ്. ഇത് ദൈവം മുൻകൂട്ടിക്കൊണ്ട് നമ്മുടെ ജീവരക്ഷയ്ക്കായി ദൈവം നമ്മളെ എന്ത് ചെയ്തതാണ്? എന്നെ ഇങ്ങോട്ട് അയച്ചതാണ് എന്ന് യോസേഫ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ദേശത്ത് 6-ാമത്തെ വാക്യം, ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി, ഉഴവും കൊയ്ത്തും ഇല്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. അപ്പോൾ ഇനിയും ക്ഷാമമുണ്ട്. 2 സംവത്സരമായി അവിടെ ദേശത്ത് കൊയ്ത്തും ഉഴവും കൊയ്ത്തുമില്ല. ഇനി 5 സംവത്സരം ക്ഷാമം ഉണ്ടാകും എന്ന് അവിടെ പറയുകയുണ്ടായി. അതുപോലെ ഇനിയുമുണ്ട്, ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനു വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ഭൂമിയിൽ നമ്മുടെ സന്തതികൾ ശേഷിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവമാണ് എന്നെ ഈ മിസ്രൈം ദേശത്തേക്ക് എന്നെ അയച്ചത് എന്ന് ഇവിടെ യോസേഫിന് ആ വാക്കുകൾ വളരെ ദൃഢമായിട്ട് തൻ്റെ സഹോദരങ്ങളോട് പറയുവാനായിട്ട് അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്നാൽ എത്ര പേർക്ക് ഇപ്രകാരമായിട്ട് പറയുവാനായിട്ട് കഴിയും? ഇത് ദൈവ ഇഷ്ടമായിരുന്നു എന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും? നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ പറയാവുന്നതിലപ്പുറം അവരെ ശകരിക്കുകയും അവരോട് വഴക്കൂടുകയും ശണ്ട കൂടുകയും ഇനി മേലാൽ ഇങ്ങോട്ട് വന്നേക്കരുത്, നീയൊക്കെ വന്ന് എന്നെ ശല്യം ചെയ്യരുത്, എന്നെ അവിടെ നിന്ന് നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞു, ഇനി ഇവിടെയും വന്ന് എന്നെ ശല്യം ചെയ്യാൻ വന്നു, ഇനി എൻ്റെ കൺമുന്നിൽ കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാമെന്ന് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോകും. എന്നാൽ യോസേഫ് ആ ദൈവദാസൻ തൻ്റെ സഹോദരങ്ങളോട് പറയുക, നമ്മുടെ സന്തതികളിൽ അവശേഷിക്കുന്നതിനും നിങ്ങളുടെ ജീവരക്ഷയ്ക്കും വേണ്ടി കർത്താവായ ദൈവം എന്നെ മുൻകൂട്ടി ഈ ദേശത്തേക്ക് അയച്ചതാണ്. ഇതാണ് ദൈവ ഇഷ്ടമെന്ന് അവിടെ വിളിച്ചറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്, അവൻ എന്നെ ഫറവോനും പിതാവും അവൻ്റെ ഗൃഹത്തിനും ഒക്കെയും യജമാനനും മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. അയ്യോ, ദൈവം എന്നെ മുൻകൂട്ടി ഇങ്ങോട്ട് അയക്കുകയും അതുപോലെ തന്നെ മുൻകൂട്ടി ഇവിടെ അയച്ച ശേഷം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് നോക്കുക. ഇവിടെ ഫറവോനും പിതാവും അവൻ്റെ ഗൃഹത്തിനുമൊക്കെയും
യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. എന്നെ നിങ്ങൾക്ക് മുൻപാകെ ഇങ്ങോട്ട് അയച്ചത് മാത്രമല്ല, എന്നെ ഇങ്ങോട്ട് ആ കർത്താവായ ദൈവം ഇവിടെ അയച്ച് ഈ ഇസ്രായേൽ അല്ലെങ്കിൽ ഈ മിസ്രയീം ദേശത്തുള്ള ജനങ്ങൾക്ക് ഒരു അധിപതിയും ആക്കിയിരിക്കുന്നു. എന്നെ ദൈവം ഒരിക്കലും എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല. എൻ്റെ ദൈവം എന്നെ ഇവിടെ ഉയർത്തിയിരിക്കുന്നു. അവൻ കൈപിടിച്ച് എന്നെ ഉയർത്തിയിരിക്കുന്നു. അവൻ ഇവിടെ മിസ്രയീം ദേശത്ത് എത്തിച്ച് അവൻ എന്നെ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ ദേശത്തിൻ്റെ അധിപതിയാക്കിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വീഴ്ച നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. അത് ദൈവ ഇഷ്ടമാണ്. അപ്പോൾ ദൈവം നിനക്കൊരു ഉയർച്ച തരുവാൻ വേണ്ടിയാണ് അങ്ങനെ സംഭവിച്ചത്. ചിലപ്പോൾ പലരും യൗവനക്കാരായവർ അവരുടെയായ പരീക്ഷകളിൽ മാർക്കുകൾ കുറഞ്ഞ് അയ്യോ എനിക്ക് MBBS സീറ്റ് കിട്ടിയില്ല, എനിക്ക് മെഡിക്കൽ സീറ്റ് കിട്ടിയില്ല, എനിക്ക് എൻട്രൻസ് എക്സാമിൽ എഴുതാനായിട്ട് സാധിച്ചില്ല, മാർക്ക് കുറഞ്ഞു പോയി, എൻജിനീയറിംഗ് സീറ്റ് കിട്ടിയില്ല, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെയധികം ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ദൈവ ഇഷ്ടം അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. ദൈവ ഇഷ്ടം ഇന്നതെന്ന് ദൈവം വെളിപ്പെടുത്തും. ദൈവം നിങ്ങൾക്ക് നല്ലത് ചെയ്യും. ദൈവം നിങ്ങൾക്ക് ഉയർച്ച വരുത്തും. ദൈവം നിങ്ങളെ ഉന്നതമായ സ്ഥാനത്ത് നിങ്ങളെ അവിടെ അവൻ എത്തിക്കുമെന്നൊരു സംശയമില്ല പ്രിയമുള്ളവരെ. ആയതിനാൽ വിഷമിക്കേണ്ട. ദൈവം നിങ്ങളെ നിങ്ങളുടെ തകർച്ചയിൽ നിന്ന്, നിങ്ങളുടെ സങ്കടത്തിൽ നിന്ന് കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. ഇവിടെ ആ യോസെഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് അവിടെ മിസ്രയീം ദേശത്തിൻ്റെ അധിപതിയാക്കിയ ദൈവം നിന്നെയും നിൻ്റെ തകർച്ചയിൽ നിന്ന് ഒരു വലിയൊരു ഉയർച്ചയിലേക്ക് നിന്നെ നയിക്കുവാനായിട്ട്, കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് അവൻ സന്നദ്ധനാണ്. ആരും നശിക്കരുത് എന്നുള്ളത് അത് ദൈവ ഇഷ്ടമാണ് പ്രിയമുള്ളവരെ. നാം തുടർന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. യശയ്യാപ്രവചനം 22-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 22:21 അവനെ ഞാൻ നിൻ്റെ അങ്കി ധരിപ്പിക്കും, നിൻ്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും, നിൻ്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദ ഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും എന്നാണ് വചനം ഇവിടെ പറയുന്നത്. അവന് ഞാൻ എന്ത് ചെയ്യും? അവന് ഞാൻ നിൻ്റെ അങ്കി ധരിപ്പിക്കും, അവൻ്റെ അരക്കച്ച കെട്ടി അവന് അധികാരം കൊടുത്ത് അവനെ എന്താണ് യഹൂദ ഗൃഹത്തിനും ഇസ്രായേൽ ഗൃഹത്തിനും ഞാൻ അവനെ അപ്പനാക്കി തീർക്കുമെന്നാണ് പറയുന്നത്. ഒരു പിതാവാക്കി തീർക്കുമെന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വാലാക്കാനല്ല, എന്നാൽ തലയാക്കാൻ, നിന്നെ ഉയർത്തുവാനായിട്ട്, നിന്നെ അവൻ്റെ കരങ്ങളിൽ വഹിക്കുവാനായിട്ട്, നിന്നെ താങ്ങുവാനായിട്ട്, നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട്, നിന്നെ ദൈവം വഴി നടത്തുവാനായിട്ട് ആണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ആയതിനാൽ നീ ശങ്കിക്കേണ്ട, നീ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ഇഷ്ടമെന്നാൽ നിന്നെ ഒരു വാലല്ല, നിന്നെ തലയാക്കുവാനത്രേ അവൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥമായിട്ട് നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ പോകുന്ന ഒരു സംഭവമാണ്, ഒരു കാര്യമാണ്. ഇത് തിരുവചനം നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവനെ ഞാൻ നിൻ്റെ അങ്കി ധരിപ്പിക്കും, നിൻ്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും, നിൻ്റെ അധികാരം ഞാൻ അവന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദ ഗൃഹത്തിനും എന്താണ് ഒരു അപ്പനായിരിക്കും. അവിടെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അതുപോലെ അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും, അവൻ തൻ്റെ പിതൃഭവനത്തിനും മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കുമെന്നാണ് പറയുന്നത്. പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. അയ്യോ ഞാൻ കാരണം ഞങ്ങളുടെ കുടുംബ മഹിമ പോയല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളുടെ ആ ഒരു സ്ഥാനം അത് വീണ്ടെടുക്കുവാനായിട്ട്, നിലനിർത്തുവാനായിട്ട് നിങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല പ്രിയമുള്ളവരെ. നമുക്ക് റോമർ 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇവിടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എല്ലാ കാര്യങ്ങളും അത് ദൈവഇഷ്ടപ്രകാരം എന്താണ്? എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുന്നു. ദൈവം വിളിച്ചിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ദൈവം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അത് ഭംഗിയായി, അത് നന്മയ്ക്കായി അത് വ്യാപരിക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. ആയതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന
അവൻ്റെ ആ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നന്ദിയുള്ളവരായി നന്മയുള്ളവരായി ദൈവമേ നിൻ്റേതായ തിരുവിഷ്ടം എൻ്റെ ജീവിതത്തിൽ കർത്താവെ നീ നിറവേറ്റണമേ എന്ന് നാം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് ആവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലൂടെ പറയുന്നു. നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കുമെന്നാണ് പറയുന്നത്. എല്ലാ ജാതികൾക്കും മീതെ നിന്നെ ഉന്നതമാക്കുമെന്നാണ്. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പ്രിയമുള്ളവരെ. അവൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ആരും നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ സകല ജാതികൾക്കും മീതെ എല്ലാവർക്കും മീതെ ഒരു ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിന്റെ ദൈവമായ യഹോവയുടെ 2-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് നാം അനുസരിച്ചാൽ, അവൻ്റെ ന്യായപ്രമാണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചുകൊണ്ട് അത് നാം പാലിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവ ഇഷ്ടം നിറവേറി കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും അത് നടപ്പായി കാണുവാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ആ ഇഷ്ടം നിറവേറ്റുന്നവരായി, അതിന് താല്പര്യമുള്ളവരായി, ദൈവമേ അങ്ങയുടെ എളിയ ഉപകരണമായി, അങ്ങയുടെ എളിയ ദാസനായി കർത്താവെ അങ്ങെടുത്ത് എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് അവൻ്റെ സേവനത്തിന് വേണ്ടി സന്നദ്ധരായിട്ടിരിക്കുന്നവരായി, എപ്പോഴും തയ്യാറായിട്ടിരിക്കുന്നവരായി നാം ജീവിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അതിൻ്റെ തന്നെ തുടർന്ന് നമ്മൾ 9-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കുമെന്നാണ് പറയുന്നത്. യഹോവയായ ദൈവം നിന്നെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ അവൻ നിന്നെ തനിക്ക് ഒരു വിശുദ്ധ ജനമാക്കുമെന്നാണ് പറയുന്നത്. കൽപ്പനകൾ പ്രമാണിച്ചാൽ ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജനമാക്കും എന്ന് ദൈവം ഇവിടെ വലിയൊരു വാഗ്ദാനം നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് 10-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, യഹോവയുടെ നാമം നിൻ്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ്റെ തിരുവിഷ്ടം നിൻ്റെ ജീവിതത്തിൽ നടപ്പാക്കുവാനായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കണ്ട് സകല ജാതികളും നിന്നെ കണ്ട് ഭയപ്പെടുന്ന അനുഭവമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ദൂരം ഞാൻ യാത്ര ചെയ്താലും എൻ്റെ സീറ്റിൽ വേറൊരു വ്യക്തി വന്ന് ഇരിക്കത്തില്ല. ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ചിലപ്പോൾ ഞാൻ കറുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ അരികിൽ മറ്റുള്ളവരാരും വന്ന് ഇരിക്കാത്തത് എന്ന്. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, എന്താണ് എന്നെ കണ്ട് പേടിച്ചിട്ടാണോ ഈ ജനങ്ങൾ ആരും തന്നെ എൻ്റെ അരികിൽ വന്ന് ഇരിക്കാത്തത് എന്ന് ഞാൻ ചിന്തിക്കും. അത് എന്തു തന്നെയാണെന്നറിയില്ല, പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അടുത്ത് ആരും തന്നെ അങ്ങനെ പെട്ടെന്ന് വന്ന് ഇരിക്കാത്തൊരു അനുഭവമാണ് പ്രിയമുള്ളവരെ. എന്താണ് ഇത്? അതിൻ്റെ മർമ്മം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇവിടെ ദൈവം ഇവിടെ പറയുന്നത് എന്തെന്നാൽ, 10-ാമത്തെ വാക്യം, നാം നിൻ്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ. ആ തിരഞ്ഞെടുപ്പിൻ്റെ ദൈവ ഇഷ്ടപ്രകാരം നമ്മൾ വിളിച്ചതിൻ്റെ നന്മ അനുഭവിക്കുവാനായിട്ട് ദൈവമേ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് നാം ഓരോരുത്തരും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവെ അങ്ങയുടെ തിരുവിഷ്ടം അടിയങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ. നന്മ ചെയ്യുവാനും അതുപോലെ നന്മ അനുഭവിക്കുവാനും അനേകർക്ക് അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് വെളിപ്പെടുത്തുവാനും അങ്ങയുടെ എളിയ ഉപകരണങ്ങളായ അടിയങ്ങളെ എടുത്ത് ഉപയോഗിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, അടിയങ്ങളെ സകല ജാതികൾക്കും ഇത് ഉന്നതമായ ഒരു സ്ഥാനത്ത് എത്തിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്വം അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അവിടുന്ന് നിറവേറ്റണമേ. കേൾവിക്കാരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തന്നെ നാമത്തിൽ അയച്ചുകൊള്ളുന്ന പ്രാർത്ഥന എടുക്കും നല്ല ദൈവമേ. ആമേൻ.